സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ഉപ്പുതറയിലെ നടപ്പാതയ്ക്ക് പരിഹാരമില്ല. റോഡിലെ വശങ്ങളിലുള്ള നടപ്പാതയിലെ സ്ലാബ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. നടപ്പാത കേന്ദ്രീകരിച്ച് വാഹനം പാർക്ക് ചെയ്താണ് സ്ലാബുകൾ തകർന്നത്. പൊതുമരാമത്ത് വകുപ്പ് നടപ്പാത പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. നടപ്പാതയില്ലാത്തത് കാരണം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് ഉപ്പുതറ ടൗണിലെത്തുന്ന കാൽനട യാത്രക്കാർ അനുഭവിക്കുന്നത്. റോഡിന്റെ ഒരു വശത്ത് ഓടയുണ്ട്. എന്നാൽ 40 വർഷം മുമ്പ് പണിത ഓടയുടെ മൂടികൾ മിക്കതും തകർന്നു കിടക്കുകയാണ്. ഇതുവഴി നടക്കുന്നവർ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവ് സംഭവമാണ്. ഇത് കാരണം കാൽനട യാത്രക്കാർ ഭൂരിഭാഗവും റോഡിൽ കൂടിയാണ് നടക്കുന്നത്. ഇത് കൂടുതൽ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ റോഡിൽ കൂടി നടന്നുപോയ നിരവധി പേർക്ക് വാഹനം പിടിച്ച് അപകടമുണ്ടായിട്ടുണ്ട്. 2 പേർ മരിക്കാനും ഇടയായി. മഴ പെയ്താൽ ടൗൺ റോഡ് വെള്ളത്തിൽ മുങ്ങും. മിക്കവാറും കട്ടുപട സ്ഥാപനങ്ങളിലും വെള്ളം കയറും. പഞ്ചായത്തിൽ നിന്ന് ഉപ്പുതറയിലെ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകളൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയും കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണമ്പടിയിലെ ഒരു മാതാവ് വണ്ടി ഇടിച്ച് മരണപ്പെടുകയും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഉപ്പുതറ വലിയ പാലം മുതൽ മേച്ചേരിക്കട വരെ ഉള്ള റോഡിൻ്റെ സൈഡിലെ ഓട അടിയന്തരമായിട്ടും പണികൾ പൂർത്തീകരിച്ച് ജനങ്ങളുടെ ജീവന് ഭീഷണി ഇല്ലാത്ത തരത്തിൽ സഞ്ചരിക്കുവാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നും സുപ്രീം കോടതി തന്നെ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാൽനടക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഫുട്പാത്ത്. തേക്കടി കൊച്ചി സംസ്ഥാന പാതയുടെ ഭാഗമായ വാഗമൺ വളവോട് ഉപ്പുതറ പരപ്പ് റോഡ് നിർമ്മാണത്തിന് 2019 22.5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതോടൊപ്പം ടൗൺ വീതി കൂട്ടി നിർമ്മിക്കാനും തടസ്സമായി നിൽക്കുന്ന 33 kV ലൈൻ തൂണുകൾ മാറ്റി സ്ഥാപിക്കാനും തീരുമാനിച്ചു. ഇതിനായി 2-3 കോടി രൂപയുടെ പ്രത്യേക എസ്റ്റിമേറ്റും തയ്യാറാക്കി. 8 മീറ്റർ വീതി ടാറിങ്, ഇരുവശങ്ങളിലും ഓരോ മീറ്റർ ഐറിഷ് ഓട, ഇതിനുശേഷം നടപ്പാത എന്നിങ്ങനെയായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ നിലവിലുണ്ടായിരുന്ന വീതിയിൽ റോഡ് ടാറിങ് നടത്തിയതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. തടസ്സമായി റോഡിൽ നിൽക്കുന്ന 33 kV 11 kV LT വൈദ്യുതി തൂണുകൾ മാറ്റാൻ പോലും നടപടി ഉണ്ടായില്ല. ടൗണിൽ മറ്റ് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ റോഡ് അരികിലാണ് നിർത്തിയിടുന്നത്. ഇത് കാരണം ഒരു വാഹനത്തെ കടന്നു പോകാനുള്ള സൗകര്യമേ റോഡിൽ ഉണ്ടാകുകയുള്ളൂ. ഇത് മിക്കപ്പോഴും ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. നടപ്പാത കാൽനട യാത്രക്കാരുടെ അവകാശമാണെന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വ്യാപാരികളും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.